ഡിസംബറിലെ എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് എക്സസൈസുകളും വാമപ്പ് ചെയ്തതിന് ശേഷമാണ് താഴോട്ട് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ബ്രീതിങ്ങും പരിപാടികളും മെഡിറ്റേഷനും ഒക്കെ ആയിട്ടാണ് രാവിലെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ക്രിസ്മസിന് നാട്ടിൽ നിന്ന് എന്നെ കാണാനായിട്ട് എൻ്റെ ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് കേട്ടോ, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പം അവരെയും കൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിക്കണം, പൂനെ കറങ്ങണം. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പ് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തണുപ്പപ്പോൾ എനിക്ക് ഭയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പതിയെ തണുപ്പ് ആസ്വദിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഈ തണുപ്പത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പം. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പതിയെ നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ കംഫർട്ട് സോൺ വിട്ടൊന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, അപ്പോഴൊക്കെ നമ്മൾ വല്ലാത്തൊരു കോൺഫിഡൻസും ഒരു സാറ്റിസ്ഫാക്ഷനുമാണ് കേട്ടോ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് മഞ്ഞിങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി വീഡിയോ ഓൺ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ കുഞ്ഞിനെയും കൂടെ ട്രെയിൻ ചെയ്യിക്കുകയാണ് കേട്ടോ. അതാണിത്. ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടാണ് എക്സസൈസും പരിപാടികൾക്കും ഒക്കെ പോകുന്നത്. അപ്പം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇപ്പം ഞാൻ നീന്തലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ തണുപ്പുമായിട്ടുള്ള എക്സ്പോഷർ ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ അങ്ങനെ പതിയെ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, പതിയെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് വന്ന് നോക്കുക. വളരെ വിശാലമായൊരു വലിയ ലോകം നിങ്ങൾക്ക്